ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വത്തൽ മീൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വത്തൽ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ മീനിലേക്ക് മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതൊരല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ അമ്മിയിലൊക്കെ അരച്ച ആ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആവും അപ്പോൾ മീൻ കറിക്ക്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ പൊടി നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. വാളൻ പുളിയാണ്. അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞ് ചട്ടിയിലേക്ക് ഒഴിക്കാം. ചട്ടിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. ചട്ടിയിൽ വയ്ക്കാൻ നോക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ പുളിയൊക്കെ നല്ലപോലെ പിഴിഞ്ഞിട്ട് ചട്ടിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ മുഴുവനും പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ച പൊടികളുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ ഞാൻ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തക്കാളി, അതുപോലെ തന്നെ 3-4 പച്ചമുളകും 2ആക്കി മുറിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കല്ലുപ്പ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ കല്ലുപ്പ് ഇടുമ്പോൾ, കറികൾക്കൊക്കെ കല്ലുപ്പ് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനൊന്ന് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണ് കറി വയ്ക്കുന്നത് അതിനനുസരിച്ച് തേങ്ങ എടുക്കുക. ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8-10 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്തോ നോക്കാം. അപ്പോൾ തക്കാളി കുറച്ചും കൂടെ വേവാവാനുണ്ട്. അപ്പോൾ കറി ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും മസാലയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നല്ലപോലെ കുക്കായി നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി നോക്കാം. ഇനിയാണ് നമ്മൾ വത്തൽ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇനി വത്തളൊന്ന് ഇട്ട് കൊടുക്കാം. ഈ മീനിന്
അധികം വേവൊന്നുമില്ല, അപ്പോൾ അധികം ഇട്ട് ഇളക്കണ്ട, ഉടഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തിളച്ച് കഴിഞ്ഞാൽ അപ്പോഴേ തേങ്ങയും ഒഴിക്കാം. ഇനി വത്തൽ ഇട്ടതിന് ശേഷം ഒരു തിളച്ചാൽ നമുക്ക് അരപ്പൊഴിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിക്കുന്നത്. തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാലും അധിക നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കറിയിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പ് ഒഴിച്ചിട്ടും നല്ലപോലെ കറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. മീൻകറി, വത്തൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാം. ഇതൊന്ന് വറവിടണം. അപ്പോൾ ഇതൊന്ന് അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ വറവിടാനായിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ചെറുതാക്കി നുറുക്കിയത്, ഇതൊന്ന് കളറ് മാറി വന്നാൽ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്, കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്, വത്തൽ മീൻ കറി. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ വത്തൽ കിട്ടി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വത്തൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്